ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ഷവർമയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുബൂസ് റെഡിയാക്കാനുള്ള ഡൗ തയ്യാറാക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ സോൾട്ട്, 2 ടീസ്പൂൺ ഈസ്റ്റ്, ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെജിറ്റബിൾ ഓയിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിന്നിവിടെ ബീറ്ററിൻ്റെ നീഡിങ് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്കിത് കുഴച്ച് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതിയാവും. ജസ്റ്റ് ഇതിൻ്റെ യൂസ് കാണിക്കുന്നതേ ഉള്ളൂ. ഇളം ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസി, അധികം ലൂസ് ആവരുത്, കുറച്ചൊന്ന് ഒരു മയത്തിൽ കുഴച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇത് കുഴച്ച് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ കുറച്ച് ഇരുട്ടുള്ള ഭാഗത്ത് ഏതെങ്കിലും കിച്ചൺ റാക്കിലോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് അതൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളിത് ചെറിയ ചെറിയ പീസായിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എവറസ്റ്റിൻ്റെ തന്തൂരി ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുക. നല്ല കട്ടിയുള്ള തൈര് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. തന്തൂരി ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ല തന്തൂരി ചിക്കൻ്റെ ടേസ്റ്റ് വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ജീരകപ്പൊടിയൊക്കെ ചേർത്ത് ചെയ്താലും മതി. ഏകദേശം ഇതേ ടേസ്റ്റൊക്കെ വരും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിലോ ബട്ടറോ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിടുന്ന സമയത്ത് ഒരു സ്മോക്കി സ്മെല്ല് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം തണുത്തതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് ഇത് നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഡൗ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ മൈദ തൂവി അതിൻ്റെ മുകളിലേക്ക് ഇതിട്ട് കൊടുത്ത് ഇത് 2 പാർട്സായിട്ട് കട്ട് ചെയ്യാം. അത് നമുക്ക് അതിന് ബോൾസ് ആക്കാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ വലിപ്പം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബോൾസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കിയുള്ള ആ ബോൾസിൻ്റെ മുകളിലേക്ക് വെറ്റ് ക്ലോത്ത് ഇട്ട് ഒന്ന് കവർ ചെയ്യാം. അതിൻ്റെ മുകൾ വശം ഡ്രൈ ആവാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് കുറച്ച് തിക്കായിട്ടൊന്ന് പരത്തിയെടുക്കുക. അധികം തിക്കല്ല, ഇത്രയും കനത്തിൽ നമ്മൾ പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം പരത്തി വെച്ചതിന് ശേഷം വേണം നമ്മൾ ചുട്ടെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ പരത്തി വെക്കുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെ മൈദ തൂവിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് ഇത് നമ്മൾ ഓരോന്നായി ഇടുക. അപ്പോൾ ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി തുടങ്ങും. ആ സമയത്ത് നമ്മൾ സ്പാറ്റിൽ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പതിയെ ഒന്ന് പ്രസ് ചെയ്യേണ്ട, ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് പൊങ്ങി വരും. അഥവാ പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വശം നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് പൊങ്ങുന്നത് വരെ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം. നല്ലോണം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് കംപ്ലീറ്റ് പൊങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇനി ഇത് പൊങ്ങി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിത് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. കുബൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ മയോണൈസ് വെച്ചൊരു സോസ് ഉണ്ടാക്കാൻ അല്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് അല്പം ഒറിഗാനോ, പിന്നെ വൈറ്റ് എള്ള് അതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അതിലേക്ക് കുറച്ച് ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കുക. ചതച്ച ഗാർലിക്കാണത്. പിന്നെ ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ മയോണൈസ്, എഗ്ലെസ് മയോണൈസാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഞാൻ എടുത്തിരിക്കുന്നത് ടെൻഡർ ആയിട്ടുള്ള കുക്കുംബർ, ഇതൊക്കെ നേരിയതായിട്ടാണ് അരിയേണ്ടത്. പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ സവോള, പിന്നെ ടൊമാറ്റോ, ക്യാപ്സിക്കം, ക്യാബേജും കൂടെ വേണം. ഞാനിവിടെ എടുക്കാൻ മറന്നു പോയത് കൊണ്ടാണ്. ഇനി വെജിറ്റബിൾസൊക്കെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ക്യാബേജും കൂടെ ഇടുക, അത് മറന്നു പോയത് കൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണീസിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന്, നിങ്ങൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ചിക്കനിലേക്ക്, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഷവർമ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് കുബൂസ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് അല്പം ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. പിന്നെ മയോണീസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഐറ്റംസ് വിനാഗിരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുക്കുംബറും ക്യാരറ്റൊക്കെ. അതിൻ്റെ ഒരു 2-3 പീസും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് വെച്ചിട്ട് നമുക്കൊന്നിത് റോൾ ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് വേണമെങ്കിലും റോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഹാഫായിട്ടും റോൾ ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഇതിനും ഉണ്ടാവും, അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.